സർ ഫുൾ എ പ്ലസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടൈം ടേബിൾ തരുമെന്ന് കുറേ നാളായി നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ടൈം ടേബിളൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലേ നിങ്ങളൊന്ന് പോയി കാണാം, നമ്മുടെ ചാനലിലെ വീഡിയോ സെക്ഷനുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചു എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണമെന്ന്. പക്ഷേ കുറേ പേർക്ക് അത് കണ്ടപ്പോൾ എന്താണ് സാറ് തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയതാണ്, കാരണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ട് ശരിയാവുന്നില്ല, എത്ര പഠിക്കണം, എത്ര മണിക്കൂർ ഓരോ ദിവസം പഠിച്ചാലാണ് ഈ ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പം എനിക്ക് വേറെ വഴിയില്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഫുൾ എ പ്ലസ് നേടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ടേബിൾ. മക്കളെ, ഇത് ഞാൻ വെറുതെ എൻ്റെ ഐഡിയ പ്രകാരം മാത്രം ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മുടെ എക്സാമിനറിലെ ബാച്ചിലെ സ്റ്റുഡൻസും അതുപോലെ യൂട്യൂബിൽ പല സ്റ്റുഡൻസിനും ആയിരക്കണക്കിന് ബാച്ചിൽ 10,000 സ്റ്റുഡൻസിനാണ് നമ്മുടെ ക്ലാസ് പഠിച്ചിട്ട് ഫുൾ എ പ്ലസ് വാങ്ങാൻ സാധിച്ചത്. അപ്പോൾ അവരിൽ പലരോട് നമ്മൾ നേരിട്ടൊക്കെ മീറ്റ് ചെയ്തപ്പോൾ ചോദിച്ച കാര്യങ്ങളാണ്. അവരോട് ചോദിക്കും, ആ കുട്ടികളോട് തന്നെ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ആക്ച്വലി ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾ ഫോളോ ചെയ്ത ടൈം ടേബിളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫോളോ ചെയ്ത ടൈം ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറഞ്ഞുതരാമോ. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തിൽ സംശയമില്ല, നിങ്ങൾ കൃത്യമായ രീതിയിൽ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ സിൻസിയറായിട്ട് പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും. അത് മോഡൽ പരീക്ഷ ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത്രത്തോളം ചാൻസ് ആയിരിക്കും. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത്രത്തോളം ചാൻസ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഫ്രഷ് ആയിട്ട് ഈ ടൈം ടേബിൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ടൈം ടേബിളാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ഓക്കെ, നിങ്ങളുടെ ഒരു റുട്ടീനും ഷെഡ്യൂളും അനുസരിച്ച് അതിനെപ്പറ്റി ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ 100% ഇത് ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് കേൾക്കാം. ആദ്യം നിങ്ങൾ രാവിലെ ഏതാണ്ട് 6 മണിക്കൊക്കെ എനിക്ക് മിക്ക ആൾക്കാരും അങ്ങനെ ഇരിക്കുക 6 മണിക്ക് എണീക്കുന്നു. 6:30 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ന് എണീക്കുക, ബ്രഷൊക്കെ ചെയ്യുക, ഒന്ന് പേരൻസിനോടൊക്കെ ഒന്ന് സംസാരിക്കുക, ഒന്ന് ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക, റിലാക്സ് ചെയ്യുക. ഇത് രാവിലെ എന്തായാലും നമുക്ക് പഠിക്കണം. അപ്പോൾ ഒരു 6:30 മുതൽ 7:30 വരെ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കുക. പക്ഷേ എന്താ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആ സമയത്ത്? തോന്നിയ പഠിക്കരുത്, വെറുതെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തോന്നിയ പഠിക്കരുത്. നിങ്ങൾ പഠിക്കേണ്ട രാവിലെ നിങ്ങൾക്ക് ഓൾറെഡി അത്യാവശ്യം അറിയുന്ന പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ചാപ്റ്റർ, അതായത് ഈ 3rd ടേമിലെ ഒന്നും അറിയാത്ത ചാപ്റ്റർ നിങ്ങൾ പോയി പഠിക്കാൻ പോയ രാവിലെ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വരും, ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അതിന് മാത്രം സമയമില്ല, 1 മണിക്കൂറുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് ഒന്നും അറിയാത്ത സാധനം പഠിച്ചു വരുമ്പോൾ സമയമൊക്കെ തീർന്നു പോകും. പിന്നെ നിങ്ങൾക്ക് വെറുപ്പിക്കില്ല, രാവിലത്തെ ദിവസം തന്നെ പോകും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അത്യാവശ്യം അറിയുന്ന ചാപ്റ്റർ, അതായത് 1st ടേമിലോ 2nd ടേമിലോ അത്യാവശ്യം അറിയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇനി പഠിക്കാത്തവരാണ് പഠിക്കുക. ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ 1st ടേമിൽ 2nd ടേമിൽ 1st ടേമിലോ 2nd ടേമിലോ ഏതാണ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് തീർക്കാൻ ട്രൈ ചെയ്താൽ മതി. തീർന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, പക്ഷേ ട്രൈ ചെയ്യുക. ഒരു 80% ആ ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ വേണ്ടി. ക്ലിയർ ആണല്ലോ? എന്നിട്ട് പിന്നെ സമയമൊന്നും കിട്ടില്ല. പിന്നെ സ്കൂളിൽ പോകാനുള്ള സമയമായി, സ്കൂളിലായി. പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് ഏതാണ്ട് 4 മണിക്ക് തിരിച്ചെത്തും. 4 മണിക്ക് തിരിച്ചെത്തി അപ്പം തന്നെ പഠിക്കാൻ തുടങ്ങുന്നത് മോശം ഐഡിയ ആണ്, ഒന്നും ചെയ്യാൻ പോരുത്. റിലാക്സ് ചെയ്യുക, ചായ കുടിക്കുക, കുറച്ച് നേരം ടി വി കാണുന്നില്ല, യൂട്യൂബിലെ ഷോർട്സ് ഒക്കെ കാണാൻ കുറവ് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ആ യൂട്യൂബിൽ നിങ്ങൾ എഴുതി വെക്കണം. പക്ഷേ നിങ്ങൾ എഴുതി വെക്കണം, ഞാൻ അതിൻ്റെ അവസാനം പറഞ്ഞുതരാം. നിങ്ങൾ യൂട്യൂബിലെ ഷോർട്സ് ആണ് നിങ്ങൾ കാണാൻ പ്ലാൻ, നിങ്ങൾ എഴുതി വെച്ചോ. ഒരു മടി വേണ്ട. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആണ് നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്യുന്നത്, അത് എഴുതി വെച്ചോ. പക്ഷേ 5 മണിയാകുമ്പോൾ പരിപാടി നിർത്തണം. 5 മണി വരെ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്തോ. 5 മണിയാകുമ്പോൾ പഠിക്കാതിരിക്കാം, കാരണം വൈകുന്നേരം നമുക്ക് നന്നായിട്ട് പഠിക്കണം. 5 മുതൽ 6:30 വരെ 1.5 മണിക്കൂർ പഠിക്കാം. ഇനി ഈ പഠിത്തം ചിലവർക്ക് ഒറ്റ ഇരുപ്പിന് പഠിക്കാൻ പറ്റും, ചിലവർക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ബ്രേക്ക് എടുത്ത് പഠിക്കുക. പക്ഷേ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതൽ ബ്രേക്ക് എടുത്താൽ അത് പോയി. ഓക്കെ, പഠനത്തിൻ്റെ ഫ്ലോ പോകും, പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു 30 മിനിറ്റോ 40 മിനിറ്റോ കൂടെ കൊടുക്കുക. എന്നിട്ട് 1.5 മണിക്കൂർ പഠിക്കുക. ഈ വൈകുന്നേരം പഠിക്കാൻ പോകുന്ന എന്തായിരിക്കില്ല, പഴയ ചാപ്റ്റർ ആയിരിക്കില്ല, പഠിച്ച ചാപ്റ്റർ ആയിരിക്കില്ല, പഠിക്കാത്ത ചാപ്റ്റർ ആയിരിക്കും. അതായത് അത്യാവശ്യം അറിയാത്ത ചാപ്റ്റർ ആയിരിക്കും. അത് പഠിച്ചെടുക്കാം. ഓക്കെ, അതിന് സമയമുണ്ട്, 1.5 മണിക്കൂർ ധാരാളം സമയമുണ്ട്. ഓക്കെ, എന്നിട്ട് ഒരു 6:30 മുതൽ 7:30 വരെ ഒന്ന് നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഇത് ഓപ്ഷനലാണ് ഈ റിലാക്സ്. ഈ റിലാക്സ് ചെയ്യാൻ വേണ്ടി ആർക്കാണ് സാധിക്കുക? നിങ്ങൾ അത്യാവശ്യം പഠിച്ച് സെറ്റായി എന്നുള്ള ആൾക്കാർക്ക് നിങ്ങൾ റിലാക്സ് ഒക്കെ ചെയ്തോ. നിങ്ങൾക്ക് റിലാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വെറുതെ റിലാക്സ് എന്ന് പറഞ്ഞാൽ വിടരുത്. പിന്നെ നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് അവസാനം രാത്രി റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പ്ലാന് അത് ചെയ്യാം. ഓക്കെ, എന്താണോ വാട്ടെവർ എനിക്കറിയേണ്ട ആവശ്യം നിങ്ങൾ ചെയ്യാം. പക്ഷേ ഒന്നും പഠിക്കാത്തവർക്ക് ഇത്രയും റിലാക്സ് ചെയ്യാൻ വേണ്ടി സമയം അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 5 ഒന്നും പഠിക്കാത്ത, ഇതുവരെ ഒന്നും അറിയില്ല സാർ, എനിക്ക് 1st ചാപ്റ്റർ 2nd ചാപ്റ്റർ 3rd എനിക്ക് വലിയ ധാരണയില്ല, ഞാൻ ഒരു വായിക്ക് പഠിച്ച് തുടങ്ങുന്നുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ 6:30 വരെ പഠിച്ചാൽ പോരാ, നിങ്ങൾ 7 മണി വരെ പഠിക്കണം. എന്നിട്ട് 7 മണി മുതൽ 7:30 വരെ നിങ്ങൾ റിലാക്സ് ചെയ്യും.
ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഭയങ്കര വലിയ പഠിത്തം പഠിച്ചിട്ടൊന്നുമില്ല. രാവിലെ ഒരു മണിക്കൂർ, വൈകുന്നേരം ഒരു 1.5 മണിക്കൂർ, 2.5 മണിക്കൂർ പഠിച്ചു, റീസണബിൾ. എന്നിട്ട് നിങ്ങൾ 7:30 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് ഉണ്ടാവും, അതിൽ വന്നിരിക്കുക. അതിൽ ഏത് ചാപ്റ്റർ ആണോ എടുക്കുന്നത് അത് വെറുതെ റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കുക, അറിയുന്ന ചാപ്റ്ററാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. അപ്പോൾ അലൻ സാർ മാത്സ് ചെയ്യുകയാണെങ്കിൽ അലൻ സാർ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ ആൻസർ ചെയ്യുക, വേഗം ആൻസർ ചെയ്യുക. അലൻ സാർ ഇപ്പോൾ ഓൾറെഡി അറിയുന്ന ഭാഗമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അലൻ സാറിനെ വെറുതെ ഓണാക്കി മ്യൂട്ടാക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് വേണം പഠിച്ചോ. പഠിക്കുകയായിരിക്കും നല്ല ആ സമയം യൂസ് ചെയ്യുക. എന്തായാലും പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, റിലാക്സ് ചെയ്യാൻ വേണ്ടി വേറെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എന്തായാലും പഠിക്കുകയായിരിക്കും ബുദ്ധി. അപ്പോൾ വേറെ എന്തെങ്കിലും പഠിക്കും, ബയോളജി പഠിച്ചോ. പിന്നെ അലൻ സാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും ആ ക്വസ്റ്റ്യൻ കാണാം, എന്നിട്ട് അത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റിവിഷൻ കിട്ടും. നിങ്ങൾക്ക് ഏതാണ്ട് എല്ലാ ചാപ്റ്റേഴ്സ് റിവൈസ് ആയി പോകും. നെക്സ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. വീണ്ടും നമ്മൾ 7:30 എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ വേണം റിവൈസ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രാവിലെ പഠിച്ച ചാപ്റ്റർ ആയിരിക്കും നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ പഠിച്ച ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ റിവിഷൻ കിട്ടി, ക്വസ്റ്റ്യൻസ് കിട്ടി, എല്ലാം കിട്ടി. ഭീകര സ്ട്രാറ്റജി ആയിരിക്കും. ഓക്കെ, റെഡി. ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ ഫുൾ A+ കിട്ടിയവർ ചെയ്തത്. അവരിതന്നെ ചെയ്തത്. രാവിലെ പഠിക്കുന്നു, അവർ നോക്കും, എന്ത് ചെയ്യും, നാളത്തെ ലൈവ് ഏതാ നോക്കും, എന്നിട്ട് രാവിലെ പഠിക്കാൻ പോകുന്ന അതേ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ അത് പഠിക്കും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്താണെന്ന് ചെയ്യുക, ആ ചാപ്റ്റർ കട്ട സോൾഡായി. ആലോചിച്ച് നോക്കിയത് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വേണേൽ പ്ലാൻ ചെയ്യാം. എന്നിട്ട് 9 മണിയാകുമ്പോൾ ലൈവ് കഴിയും. 9 മണിക്ക് മുൻപേ മിക്കവാറും ലൈവ് കഴിയും. എന്നിട്ട് 9 മണി മുതൽ 10 മണി വരെ ഡിന്നർ, പിന്നെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യുക, കിടന്നുറങ്ങാകുമ്പോൾ മതി. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ മക്കളെ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുള്ളൂ. ഫുൾ A+ കിട്ടുള്ളൂ. ഫുൾ A+ കിട്ടുന്നല്ല, ഫുൾ A+ കിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താ? ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ 1 മണിക്കൂർ, ഇവിടെ എത്രയാ, 1.5 മണിക്കൂർ, ചിലവർക്ക് 2 മണിക്കൂറുണ്ട്, വേണ്ട 1.5 മണിക്കൂർ, 2.5 മണിക്കൂർ, പിന്നെ ഒരു 1.5 മണിക്കൂർ ക്ലാസ്സും, 4 മണിക്കൂർ ഇതിൽ തന്നെ കിട്ടി. ഇതിൻ്റെ ഇടയിൽ റിലാക്സ് ചെയ്യാൻ സമയമുണ്ട്. ഇവിടെ റിലാക്സ് ചെയ്യാൻ സമയം, അവിടെ റിലാക്സ് ചെയ്യാൻ സമയം. റിലാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോ നിങ്ങൾ, പക്ഷേ അതിന് സമയം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി വലിയ ഭീകര സ്റ്റഡി പ്ലാനൊന്നുമല്ല, സിമ്പിളാണ്. കഴിഞ്ഞ വർഷത്തെ ഫുൾ A+ കിട്ടിയവരൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ അവരൊക്കെ സാധാരണ കുട്ടികളാണ്, അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മളൊരിക്കലും ഫുൾ A+ കിട്ടുന്നവർക്ക് ഭയങ്കര ബുദ്ധിജീവികൾ, ഇങ്ങനെ ഫുൾ പഠിത്തം അല്ല, സാധാരണ മക്കളാണ് അവരൊക്കെ. പക്ഷെ അവർ പ്ലാൻഡായിട്ട് ചെയ്തു. ആ പ്ലാനാണ് നിങ്ങൾക്ക് ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് തരുന്നത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും A+ കിട്ടും, ഫുൾ A+ കിട്ടും, ഒരു സംശയമില്ല. കാരണം 4 മണിക്കൂറാണ് കിട്ടുന്നത് പഠിക്കാൻ. പോട്ടെ, ഒരു 1/2 മണിക്കൂർ നിങ്ങൾ ഉഴപ്പി, 3.5 മണിക്കൂർ പോട്ടെ, ഒരു 1/2 മണിക്കൂർ കൂടെ നിങ്ങൾ ചില ദിവസം ഉഴപ്പി, 3 മണിക്കൂർ ദിവസം കിട്ടും. മതി, ധാരാളം നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നാളെ തന്നെ പരിപാടി തുടങ്ങണം. അവസാനം ഒരാഴ്ച ഇങ്ങനെ ചെയ്ത കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം തന്നെ പരിപാടി തുടങ്ങണം. എന്നാൽ ഇത് കാര്യമുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ചാനലിൽ വന്നിരിക്കുക, വീഡിയോ കാണാം, തീർക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം, ഈ റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കരുത്. നിങ്ങൾക്ക് എന്താണോ റിലാക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് അത് എക്സാക്ട്ലി അത് കൊടുക്കണം. അതിൽ യൂട്യൂബ് ഷോർട്സ് കാണുന്ന ഒരു സമയം കൊടുക്കുക. ഓക്കെ, കുറച്ച് മെക്കാനിക്കൽ ആവും ലൈഫ്, പക്ഷെ നിങ്ങൾക്ക് ഫുൾ A+ വേണം, കുറച്ചെങ്കിലും നമ്മൾ ത്യാഗം ചെയ്യേണ്ട. എല്ലാം നടക്കുമോ ഇല്ല. അപ്പം യൂട്യൂബ് ഷോർട്സ് കാണാൻ വേണ്ടി നിങ്ങൾ 10 മിനിറ്റ് കൊടുക്കുക. 10 മിനിറ്റ് എഴുതി വെച്ചു ബ്രാക്കറ്റിൽ. കുറച്ച് ലൈഫ് മെക്കാനിക്കലാവും. ഒരു മാസത്തെ കാര്യമല്ലേ, പോട്ടേ വെക്കണം. അതിന് ഫുൾ ജിങ്കലെല്ലാം അടിച്ചോ, വെക്കേഷൻ 3-4 മാസം കിട്ടും. അപ്പോൾ എന്ത് വേണം ചെയ്തു, നിങ്ങൾ ഒരു ടൈം ടേബിൾ വേണ്ട. ഓക്കെ, പക്ഷേ A+ കിട്ടാൻ വേണ്ടിയിട്ട് ഇതെങ്കിലും ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ടൈം ടേബിൾ ശരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നവർ, സാർ ഞാൻ ഫോളോ ചെയ്യുമെന്ന് പറയുക. ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ്, നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തീർച്ചയായും എന്നെ അറിയിക്കുക, കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. എനിക്കും വലിയ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് അറിയുമ്പോൾ. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് വേണ്ടേ, ഇതുപോലത്തെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്താണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടിപൊളി യൂസ്ഫുൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.